കാഫിർ പോസ്റ്റ് വിവാദത്തിൽ പോലീസ് ഇപ്പോഴും കള്ളക്കളി നടത്തുകയാണെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഐക്യത്തിൻ്റെ മുഖത്ത് ആഞ്ഞു വെട്ടാനാണ് കാഫിർ പ്രയോഗത്തിലൂടെ CPIM ശ്രമിച്ചത്. നാടിനെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ഹീനശ്രമം വ്യാജമാണ് എന്ന് കോടതിയിൽ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. നാടിൻ്റെ ഐക്യത്തിൻ്റെ മുഖം തൻ്റെ ഐഡൻറ്റിറ്റിയുടെ മുഖമാണ്. ആ ഐക്യത്തിന്മേൽ ആഞ്ഞു വെട്ടാനാണ് CPM ശ്രമിച്ചത്. TPയുടെ മുഖത്ത് വെട്ടിയ വെട്ടുപോലെ തന്നെയാണ് ഇതും. ആ വ്യാജ വെട്ടിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം. മുൻ MLA KK ലതിക തന്നെ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു. ഇത് ഒറിജിനലാണെന്ന് വിശ്വസിച്ച CPM പ്രവർത്തകരോട് വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവർ മാപ്പ് പറയണം. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPMനും നന്നായി അറിയാം. അജ്ഞാതമായ ഉറവിടത്തിൽ നിന്നും വന്ന വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് എന്തിനാണ്? വർഗീയവാദി എന്ന ചാപ്പ തൻ്റെ മേലിൽ വീഴില്ല. സൈബർ സംഘങ്ങളെ ആവശ്യമുള്ളപ്പോൾ CPIM വെള്ളം ഒഴിച്ച് തലോടി വളർത്തി വലുതാക്കും. കുഴപ്പമുണ്ടാകും എന്നറിയുമ്പോൾ അതിനെ തള്ളിപ്പറയുകയും ചെയ്യും. പിടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ ഭവിഷ്യത്ത് ഓർത്താണ് ഈ തള്ളിപ്പറയൽ. കേസിൽ പോലീസ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമോ എന്ന ആശങ്ക UDFനുണ്ട്. വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ MLAക്കെതിരെ എന്താണ് പോലീസ് കേസൊന്നും എടുക്കാത്തതെന്നും ഷാഫി പറമ്പിൽ ചോദിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് പ്രചരിച്ച പോസ്റ്റ് വ്യാജമാണെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പോസ്റ്റർ പുറത്തിറക്കിയത് യൂത്ത് ലീഗ് നേതാവ് അല്ലെന്നും സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് കാസിം അല്ല പോസ്റ്റ് നിർമ്മിച്ചതെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമായി പറഞ്ഞത്. ഇതേ തുടർന്നാണ് വിഷയത്തിൽ CPMനെതിരെ ഷാഫി പറമ്പിൽ രംഗത്തെത്തിയത്. പ്രചാരണ വേളയിൽ കാസിമിൻ്റെ പേരിലായിരുന്നു സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചത്. അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ എന്ന CPIM അനുഭവമുള്ള ഫേസ്ബുക്ക് പേജിലൂടെയാണ് വ്യാജ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. അപ്ലോഡ് ചെയ്ത് 1/4 മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് നീക്കം ചെയ്തുവെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ പ്രഥമദൃഷ്ട്യാ നടത്തിയ അന്വേഷണത്തിൽ കാസിം കുറ്റം ചെയ്തതായി കരുതുന്നില്ല എന്നാണ് സർക്കാർ ഇന്നലെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഉള്ളത്. കേസിൽ 12 പേരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. കാസിമിൻ്റെയും CPM നേതാവ് KK ലതികയുടെയും ഫോൺ പരിശോധിച്ചിരുന്നു. കാഫിർ പരാമർശം ഉൾപ്പെട്ട പോസ്റ്റുകൾ നീക്കം ചെയ്യാത്തതിന് ഫേസ്ബുക്കിൻ്റെ നോഡൽ ഓഫീസറെ കേസിൽ പ്രതിചേർത്തിരുന്നു. ഈ സംഭവത്തിൽ പോരാളി ഷാജി, അമ്പാടിമുക്ക് സഖാക്കൾ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പേജുകളിലാണ് വ്യാജ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടതെന്ന് പോലീസ് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം പറയുന്നു. സൈബർ ടീമിൻ്റെ സഹായത്തോടെ ശാസ്ത്രീയ അന്വേഷണം പുരോഗമിക്കുന്നു എന്നും പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ യൂത്ത് ലീഗ് പ്രാദേശിക നേതാവിനെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് പോലീസ് കണ്ടെത്തിയതോടെ LDFും വടകരയിലെ LDF സ്ഥാനാർത്ഥിയായ ശൈലജ ടീച്ചറും മാപ്പ് പറയണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ MLA KK ലതികയ്ക്കെതിരെ കേസെടുക്കാത്ത പോലീസ് നടപടിയിൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്.